ഹലോ ഫ്രണ്ട്സ്, ഷാഡ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 416/2023 കോൾ ഫോർ ചെയ്ത പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുടെ എക്സാമിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ ആദ്യം ഇത് ചോദ്യം നോക്കുകയാണെങ്കിൽ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണെന്ന് നോക്കിയാൽ വിശ്വഭാരതി സർവകലാശാലയാണ്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്ന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ TE വാസുദേവനാണ്. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്ന എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ഹാമിൽട്ടൺ ആണ്. നാലാമത്തെ ചോദ്യം വന്ന് ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു ചോദിച്ചാൽ 107 മെഡലാണ്. അതിൽ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ നിലവിലുണ്ട് BVR സുബ്രഹ്മണ്യമാണ്. ആറാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ ശരിയായ പ്രസ്താവന ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ B ആയി വരുന്ന 1ഉം 3ഉം പ്രസ്താവനയാണ് 1ഉം 2ഉം പ്രസ്താവനയാണ് ശരി ഉത്തരം. അതിൽ അടുത്ത ചോദ്യം നോക്കുകയാണെന്ന് വെച്ചാൽ ഏഴാമത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളത്. തെറ്റായ ജോഡി ഓപ്ഷൻ D ആയ അനുശീലന സമിതി ചന്ദ്രശേഖർ ആസാദ് അല്ല, അതാണ് തെറ്റായ ജോഡി. അടുത്ത ചോദ്യമുണ്ട്, എട്ടാമത്തെ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. അതിൻ്റെ ശരിയായ ഉത്തരം പറയുന്നത് ഓപ്ഷൻ C ആയിട്ടുള്ള 1ഉം 3ഉം മാത്രമാണ് ശരി. അതിൽ അടുത്ത ചോദ്യം നോക്കുകയാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ B ആയിട്ടുള്ള ഹീരാലാൽ സമാരിയ എന്നുള്ള വ്യക്തിയാണ് നിലവിലെ വിവരാവകാശ കമ്മീഷനായി വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓപ്ഷൻ A വരുന്ന ലിപ്പിലേക്ക് ചുരമാണ് ഉത്തരാഖണ്ഡ് ടു ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം നല്ലപോലെ നോക്കിയിട്ടുണ്ടാകും. നമ്മുടെ ജോഗ്രഫി നല്ലപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണെന്ന് നമ്മൾ നോക്കി വെച്ചാൽ നിങ്ങൾ ഓപ്ഷനൊക്കെ വായിച്ച് നോക്കുക, എല്ലാ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ വായിച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഓപ്ഷൻ കിട്ടും. അതിൽ തെറ്റായിട്ടുള്ള തന്നതും കറക്റ്റായി പഠിക്കുക, ഏതാ തെറ്റെന്നുള്ളതും അതിൻ്റെ എന്താ തെറ്റാൻ കാരണം അത് എന്താണെന്നുള്ളതും അതും കൂടെ നോക്കുക. ഓക്കെ, എന്നിട്ട് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ D അല്ല, 1ഉം 3ഉമാണ് ശരി. ഓക്കെ, അപ്പോൾ ഹിമാലയൻ നദികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളത് ഓപ്ഷനിൽ 1ഉം 3ഉമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ 12ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ മില്യണേറ്റുകളുടെ തോത് ഏത് ചോദിച്ചാൽ ഓപ്ഷൻ D ആയിട്ടില്ല 1:10 ലക്ഷം. 1:10 ലക്ഷമാണ് ശരിയായ ഉത്തരം. അടുത്ത 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് തന്നെ ആൻസർ കീ നോക്കുക, തെറ്റാതെ വളരെ കൃത്യമായിട്ട് തന്നെ ആൻസർ കീ നോക്കുക. എത്ര മാർക്ക് ഉണ്ടെന്ന് നല്ലപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കട്ട് ഓഫും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും വീഡിയോയുടെ ലാസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ നല്ലപോലെ മാർക്ക് ശ്രദ്ധയോടുകൂടെ നോക്കുക. മാർക്ക് നോക്കാൻ അറിഞ്ഞില്ല വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ വീഡിയോ എത്ര മാർക്ക് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 13ാമത്തെ ചോദ്യം നോക്കാം. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണെന്ന് വെച്ചാൽ റാബി വിളിയാണ് നവംബർ മുതൽ മാർച്ച് വരെ ഉള്ളത്. അതുപോലെ 14ാമത്തെ ചോദ്യം, ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണെന്ന് വെച്ചാൽ ഇടമലക്കുടിയാണ് കേട്ടോ. ഓപ്ഷൻ C ആയിട്ടുള്ള ഇടമലക്കുടി. അപ്പോൾ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് വെച്ചാൽ ഇടുക്കിയാണ്. പാലക്കാട് ജില്ല മാറി ഇപ്പോൾ ഇടുക്കി ജില്ലയായി. ഓക്കെ, അതുപോലെ 15ാമത്തെ ചോദ്യം ചോദിക്കാം, പുറംപണിയുമായി ബന്ധമില്ലാത്ത ഏത്, അതായത് ഔട്ട്സോഴ്സിങ്ങുമായി ബന്ധമില്ലാത്ത ഏതെന്നാണ്. അതിൻ്റെ ആൻസറായി വരുന്നത് അതായത് ഭൂപരിഷ്കരണം. 4ാമത്തെ ചോയ്സ് ഏതെന്ന് നോക്കിയാൽ ഭൂപരിഷ്കരണം. അത് ഏത് ഓപ്ഷൻ വെച്ചാൽ ഓപ്ഷൻ D ആണ്. ഓക്കെ, അതാണ് അതിൽ ബന്ധമില്ലാത്തത്. ഓക്കെ, പുറംപണിയിൽ ബന്ധമില്ലാത്തതാണ് ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ D ആണ് അതിൻ്റെ ആൻസറായി വരുന്നത്. അതുപോലെ 16ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 2007 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നത് ശരിയായത് കണ്ടെത്തുക. അതായത് എത്ര സ്വർണം, എത്ര വെള്ളി, എത്ര വെങ്കലം എന്നാണ്. അതിൽ ഓപ്ഷൻ A ആയിട്ടുള്ള 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം എന്നാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത് 2 ചോദ്യമായി. ടോട്ടൽ എത്ര എണ്ണം പറഞ്ഞു, അതുപോലെ എത്ര എണ്ണമാണ് ഡിവൈഡ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചു. ഓക്കെ, അതിൽ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇത് ഭയങ്കര PYQ ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ B ആയിട്ട് ഛോട്ടാ നാഗ്പൂറാണ്. ഇതൊക്കെ എപ്പോഴും PYQ ആണ്. അപ്പോൾ എല്ലാ കാലത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നല്ലപോലെ PYQ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത് നോക്കാം. 18ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ ബന്ധമില്ലാത്തത് ചോദിച്ചത്. ബന്ധമില്ലാത്തത് വെച്ചാൽ റിസർവ് ബാങ്കാണ്, ബാക്കിയെല്ലാം ബന്ധമുള്ളതാണ്. ഓക്കെ, അതിൽ 19ാമത്തെ ചോദ്യം വെച്ചാൽ സപ്തഋഷി എന്ന പദം താഴെ തന്നെങ്കിൽ എന്താ ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ 2023-24 യൂണിയൻ ബഡ്ജറ്റ്, അത് ഇന്ത്യ അവതരിച്ച ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണ് സപ്തഋഷി എന്ന് പറയുന്ന പദം. ഓക്കെ, അതുപോലെ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ 20ാമത്തെ ചോദ്യം നോക്കാൻ പോണത്. അതിലെന്താ ചോദ്യം എന്ന് പറയുന്നത് വെച്ചാൽ, അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ഇതിലെന്താ വെച്ചാൽ ചില ചോദ്യങ്ങളിൽ ആൻസർ കീ ചിലപ്പോൾ മാറാം, പ്രൊഫഷണൽ കീ ആയതുകൊണ്ട് മാറാം, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ട് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ മുഖാന്തരം നിങ്ങൾക്ക് ആൻസർ ചലഞ്ച് ചെയ്യാം. ഏതാ ക്വസ്റ്റ്യൻ വെച്ചാൽ ആ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ചലഞ്ച് ചെയ്യാം. അപ്പോൾ ഫൈനൽ കീയിൽ അതിൽ മാറ്റങ്ങൾ വരും. ഓക്കെ, നിറയെ പേര് ചലഞ്ച് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ PSC വരുത്തും. താഴെ പറഞ്ഞതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനയാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള 2ഉം 4ഉം മാത്രമാണ് ശരി ഉത്തരം. അതുപോലെ അടുത്ത 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണെന്ന് നോക്കിയാൽ ഓപ്ഷൻ ഫുള്ളായി വായിച്ച് നോക്കുക നിങ്ങൾ. കാരണം ആ ഓപ്ഷനിൽ തന്നെ വേറെ ചോദ്യങ്ങളുടെ ആൻസറും അല്ലെങ്കിൽ വേറെ നമുക്ക് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളും കിട്ടും. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ഉത്തരമായിട്ട് വരുന്ന 1, 2, 3 മാത്രം ശരി. ഓക്കെ, അതുപോലെ അടുത്തത് PYQ ആണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അത് എല്ലാവർക്കും അറിയാം. PYQ ചെയ്യുന്ന, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിട്ട് വരുന്ന ഭാഗം 2ലാണ് നമ്മുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ 23ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ഇതും PYQ ആണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയും. എല്ലാവരും PYQ ചെയ്യുന്നവർക്ക് അറിയാം. ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ സി ആയിട്ടുള്ള ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32ആണ് ഡോക്ടർ BR അംബേദ്കർ ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത 24ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനയാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം 24ാമത്തെ ചോദ്യത്തിൻ്റെ. അടുത്ത 25ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, നീതി ആയോഗ്. കാരണം ഭരണഘടനാ സ്ഥാപനം പറഞ്ഞാൽ അതിനൊരു ആർട്ടിക്കിൾ ഉണ്ടാവും, നീതി ആയോഗിന് ഒരു ആർട്ടിക്കിൾ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഭരണഘടനാ സ്ഥാപനം അല്ല എന്ന് പറയുന്നത്. അതുപോലെ 26ാമത്തെ ചോദ്യം, ലോകസഭയും സംസ്ഥാന നിയമസഭകളും 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തതായി പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഭരണഘടന 106ാം ഭേദഗതി നിയമം നൽകിയിരിക്കുന്ന പേരെന്താണെന്നാണ്. അത് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ആയിട്ടുള്ള നാരി ശക്തി വന്ദൻ അധിനിയം നിയമം എന്നാണ് അതിന് പറയുന്നത്. അടുത്ത 27ാമത്തെ ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഉത്തരം ഗവർണറാണ് നിയമിക്കുന്നത്. അടുത്ത 28ാമത്തെ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ PYQ ചോദ്യമാണ്. ഓക്കെ, 27, 28ഒക്കെ PYQ ആണ്. അടുത്ത 29ാമത്തെ, മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കായി സ്വാഭാവിക. അപ്പോൾ സുഹൃത്തുക്കളെ ചോദ്യം വലുതാണ്. അപ്പോൾ കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് വിദ്യാഭ്യാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി സ്നേഹപൂർവ്വമാണ്. അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ, താഴെ പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീ യോജിക്കുന്ന പ്രസ്താവനയാണ്. ശരിയായ ഉത്തരമെന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാ ഓപ്ഷനും ശരിയാണ്. കുടുംബശ്രീയെ ബന്ധപ്പെട്ട് എല്ലാ ഓപ്ഷനും ശരിയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 31ാമത്തെ ചോദ്യമാണ്. 31ാമത്തെ ചോദ്യം പറയുന്നത്, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസഅഗ്നി, സയൻസാണ് വരുന്നത്. കണ്ണുനീരിൽ അടങ്ങിയ രാസഅഗ്നി എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആയില്ല, ലൈസോസൈമാണ് കണ്ണുനീരിൽ അടങ്ങിയ രാസഅഗ്നി. അടുത്ത 32ാമത്തെ അതേപോലെ ഒരു പ്രൊജക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം. അപ്പോൾ 2 പദ്ധതി വന്നു. നമ്മളെ പദ്ധതിയൊക്കെ നമ്മുടെ ഷാഡോ അക്കാഡമിയിൽ നല്ലപോലെ ക്ലാസ് എടുത്ത് കൊടുത്താണ് എല്ലാ സുഹൃത്തുക്കൾക്കും. അപ്പോൾ 2 പദ്ധതിയാണ്, 2 മാർക്കാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 33ാമത്തെ, ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? അത് കർണാടകയാണ്. ഓക്കെ, അപ്പിക്കോ ഏത് സംസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആയിട്ടുള്ള കർണാടകയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രൊഫഷണൽ കീ ആണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഫൈൽ കയറി ചലഞ്ച് ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 34ാമത്തെ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നോക്കിയാൽ തന്നെ ഓപ്ഷൻ സി ആയിട്ട് വരുന്ന 1ഉം 2ഉമാണ്. അതായത് ഫാറ്റി ലിവറും പ്രമേഹവും. അതാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 35ാമത്തെ ചോദ്യത്തിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. 35ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ദർപ്പണം, അതേ സയൻസിലോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. ഏതാ ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് പോകാം. 35ാമത്തെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കട്ട് ഓഫ് ഒക്കെ ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് പറയും. 35ാമത്തെ ചോദ്യം, കോൺവെക്സ് ലെൻസ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ശരി, 2ഉം 3ഉമാണ് ശരി. ഓക്കെ, 2ഉം 3ഉമാണ് കോൺവെക്സ് ലെൻസുമായിട്ട് ശരിയായ ഉത്തരം. അടുത്ത 36ാമത്തെ, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തു അനുഭവിക്കുന്ന പ്ലവക്ഷണപരമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ചോദിച്ച് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഇവയെല്ലാമാണ്. ഓക്കെ, അതിൽ ഓപ്ഷൻ ഡി ആയിട്ടുള്ള തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും ശരിയാണ്. ഓക്കെ, അതുപോലെ അടുത്ത 37ാമത്തെ, ISROയുടെ ചന്ദ്രൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. അതിൽ ഓപ്ഷനായി വരുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഓക്കെ, ഓപ്ഷനായി വരുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ്. അടുത്ത 38ാമത്തെ,
എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിൻ്റെ ബാഹ്യധാമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു. അപ്പോൾ സയൻസ് അത്യാവശ്യം ടഫല്ല, എന്നിരുന്നാലും നമുക്ക് ബേസിക്കായിട്ട് ചോദിച്ച് പഠിച്ചാൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയി വരുന്ന 3-ാം പീരീഡ് 1-ാം ഗ്രൂപ്പും തന്നെയാണ്. അപ്പോൾ സയൻസ് എല്ലാം കൂടുതലും PYQ തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു LGS ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ LGSൻ്റെ ബുക്ക് പഠിച്ചാൽ തന്നെ ഈ സയൻസെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചതാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ആ ചോദ്യം, ആ ആൻസർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല, ആ മാർക്ക് കിട്ടും. അടുത്ത 39-ാമത്തെ ചോദ്യം വാതക തന്മാത്രയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. അതിൽ ഓപ്ഷൻ സി ആയി വരുന്ന 2ഉം 3ഉം മാത്രമാണ് ശരി. 2ഉം 3ഉം മാത്രമാണ് ശരി. അടുത്ത 40-ാമത്തെ ചോദ്യം 2023 രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറഞ്ഞതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഓപ്ഷൻ ഡി ആയി വരുന്ന ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം അതിൻ്റെ സങ്കലനവും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന് കെമിസ്ട്രി, അതായത് രസതന്ത്രത്തിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് 41 പറയുന്നത് മാത്സിലോട്ടാണ് പോകുന്നത്. അതിൽ 1-നും 100-നും ഇടയിൽ 7ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ്. അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള 14ആണ്. ഈ ചോദ്യം ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം നമ്മുടെ ഷാഡ അക്കാഡമിയിൽ ക്ലാസ് എടുത്ത് കൊടുത്താണ്, ഓൺലൈനിൽ ക്ലാസ് എടുത്ത് കൊടുത്താണ്. അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്ന ഒരു ഫിഗർ തന്നിട്ട്, ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ കോണളവ് ചോദിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അതിൻ്റെ ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ സി ആയിട്ടുള്ള 80 ആണ്. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഉത്തരം ചലഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്ത് വരുന്നത് പൈതഗോറസ് ത്രിയങ്ങൾ പെടാത്തവ ഏതെന്നാണ്. അതിന് ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള 1, 2, 5 ആണ്. ഓക്കെ, 1, 2, 5 ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ നമ്മൾ മാത്സിൻ്റെ തനിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സിൻ്റെ തനിച്ചായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഡൗട്ടോ ഉണ്ട് വെച്ചാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഹാരി സാറിനെ കോൺടാക്ട് ചെയ്യുക. സാറ് അതിനുള്ള ഡൗട്ട് ക്ലിയറൻസ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, മാത്സിലോ അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് വെച്ചാൽ സാറോട് ചോദിക്കുക. സാർ അതിൻ്റെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഡ്രൈവർ വരാറായി, അതിൻ്റെ ക്ലാസ് ഉടനെ വരും. അപ്പോൾ 41-ാമത്തെ പറയുന്നത് ഫിഗർ തന്നിട്ട് ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയെന്നാണ്. ആൻസർ എ ആണ്. 2√2 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമായി വരുന്നത്. ഓക്കെ, അതിന് അടുത്ത ചോദ്യം 45, മാത്സിന് 45-ാമത്തെ ചോദ്യം പറയുന്നത് ലഘൂകരിക്കലാണ്. ഈ ലഘൂകരിക്കലിനെ കുറിച്ചുള്ള മാത്സിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തു. അതിൻ്റെ 45-ാമത്തെ ആൻസർ വന്ന് ബി ആണ്. 1/10,000 1/10,000 ആൻസർ. 46 അതേപോലെ തന്നെയാണ് ലഘൂകരിക്കുകയാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയി വരുന്ന 2 ആണ്. ഓക്കെ, 47 ഇതുപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആയിട്ടുള്ളതാണ് 47-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മാത്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് പറയേണ്ടതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ വരും, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈവ് ക്ലാസ് എടുത്തു കൊടുക്കുന്നതായിരിക്കും. 48-ാമത്തെയും അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 48-ാമത്തെ ആൻസർ വന്ന് ഓപ്ഷൻ ഡി ആണ്. അതുപോലെ തന്നെ 49 അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ ഭിന്നസംഖ്യകളുടെയാണ്. അത് നമ്മൾ ക്ലാസ് എടുത്തുകൊടുക്കുന്നത്. ഈ മാത്സിലെ മാക്സിമം പാർട്ടുകളും നമ്മുടെ ഓൺലൈനിൽ ക്ലാസ് എടുത്തുകൊടുത്തത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യങ്ങൾ ചെയ്തും അതിൽ PYQയിൽ അതേപോലെ അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്ത സുഹൃത്തുക്കൾക്ക് ഉറപ്പായും ഇതിലെ മാർക്കുകൾ പോവില്ല. ഉറപ്പായി ആ മാർക്ക് കിട്ടും, 100% കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്ത് ഉറപ്പായി കിട്ടും. അപ്പോൾ 49-ാമത്തെ ഭിന്നസംഖ്യ തന്നിട്ട് അതിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ ഓപ്ഷൻ ആരോഹണ ക്രമത്തിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 50-ാമത്തെ ചോദ്യമാണ്. 50-ാമത്തെ ചോദ്യം ഒരു തന്നിട്ട് ഒരു സീരീസ് തന്നിട്ട് അതിൻ്റെ ഇക്വേഷനാണ് ഓപ്ഷൻ ഡി ആണ്. n+1/2 ഓപ്ഷൻ ഡി ആയിട്ട് n+1/2 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബാക്കി വരുന്ന 50 തൊട്ട് 100 വരെ വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. അതായത് ഡ്രൈവറെ കുറിച്ചും അതുപോലെ തന്നെ സ്പെഷ്യൽ പോലീസിനെ കുറിച്ചുമാണ്. അപ്പോൾ 51-ാമത്തെ നോക്കാം. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കുട്ടിയുടെ പ്രായം ഏതാണെന്ന് വെച്ചാൽ 7 വർഷത്തിൽ താഴെ, അതായത് 7 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് ക്രിമിനൽ നിയമത്തിൽ ഒഴിവാക്കിയത്. അടുത്ത 52 പറഞ്ഞാൽ സ്വമേധയുള്ള ലഹരി കുറ്റമാണ്. അത് എങ്ങനത്തെയുള്ള കുറ്റമാണെന്നാണ്. ഓപ്ഷൻ സി ആയിരുന്ന ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴിവ് കഴിവില്ല. ഓക്കെ, ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴിവ് കഴിവില്ല. ഓക്കെ, അടുത്ത 53-ാമത്തെ IPCയുടെ 97-ാം വകുപ്പ് സ്വത്തിൻ്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിൽ വ്യാപിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ മോഷണവും കവർച്ചയും. ഓപ്ഷൻ സി ആയിട്ടുള്ള മോഷണം കവർച്ചയാണ്. ഇത് ചിലപ്പോൾ കുറേ സുഹൃത്തുക്കൾക്ക് അറിയില്ലായിരിക്കും, ഈ ഒരു സെക്ഷൻ പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്ത 54 16 വയസ്സിന് താഴെയുള്ള അവിവാഹിത പെൺകുട്ടിയെ പിതാവിൻ്റെ സമ്മതമില്ലാതെ പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ച് പ്രതി
കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഇതിന് എന്താ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് വെച്ചാൽ എ ആണ്. ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. അതായത് ആ സുഹൃത്ത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ആ സുഹൃത്തിന് ഒരു സപ്പോർട്ടും കിട്ടില്ല. ഓക്കെ, അടുത്ത 55ാമത്തെ ചോദ്യം, ഏത് കേസുകളിലാണ് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വാറണ്ട് ഇല്ലാതെ തന്നെ നേരെ പോലീസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കോടതി ഹാജരാകാൻ കഴിയും. ഓക്കെ, അതുപോലെ അടുത്ത 56ാമത്തെ, ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്ത തടവോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവ് ആയ ഒരു കുറ്റമായി ബന്ധപ്പെട്ടത് വാറണ്ട് കേസ്, അതായത് 2 വർഷത്തിൽ കൂടുതൽ. ഓക്കെ, ഓപ്ഷൻ ബി 2 വർഷം. അടുത്ത ചോദ്യം നോക്കുന്നത് 164 വകുപ്പ്, CRPC 164 വകുപ്പിനെ കുറിച്ചാണ്. അതിൻ്റെ ആൻസറായി വരുന്ന ഓപ്ഷൻ എ ആണ്. പോലീസ് അന്വേഷണ ഏജൻസികളോ ഹാജരാക്കുന്ന ഒരാളുടെ മൊഴിയെ മാത്രമേ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. ഓക്കെ, അതാണ് വരുന്നത്. CRPCയിലാണ് ചോദ്യം വരുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 58ാമത്തെ ചോദ്യം ചോദിക്കുന്നത്, തെളിവ് നിയമത്തിലെ വകുപ്പ് 332 4 പ്രകാരം പ്രഖ്യാപനത്തിൽ ഏതാണ് ഉൾപ്പെടുന്നത് വെച്ചാൽ ഓപ്ഷൻ എ ആണ്. പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, തെളിവ് നിയമത്തിൽ. അടുത്ത് 59ാമത്തെ എവിഡൻസ് ആക്ട് ആണ്. 45 എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആയി വരുന്ന പിന്തുണയ്ക്കുന്നതും സ്വീകരിക്കുന്നതുമായ സ്വഭാവമാണ്. ഓക്കെ, അതാണ് വരുന്ന 45 സെക്ഷൻ. അടുത്ത 60ാമത്തെ 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡിനൻസിൻ്റെയോ അപകടത്തിൻ്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായ പിഴ ചുമത്താവുന്ന സാഹചര്യം വെച്ചാൽ എല്ലാമാണ്. ഓപ്ഷൻ ഡി ആയിട്ട് വരുന്ന മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ്. ഓക്കെ, 61 പറയുന്നത് കമ്മ്യൂണിറ്റി പോലീസിങ്ങിൽ പ്രസ്താവന തെറ്റ് കണ്ടെത്തുക. ഓക്കെ, തെറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതിന് ശരിയല്ലാത്ത തെറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരമായി വരുന്നത് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആയി വരുന്നതാണ് ഉത്തരം. ഓക്കെ, 61 കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ച് തെറ്റായത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആയി വരുന്നതാണ് ഉത്തരം. ഓക്കെ, അതുപോലെ 62 കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം? ഓക്കെ, എങ്ങനെയായിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അത് കേരള പോലീസ് ആക്ടിൽ വളരെ വൃത്തിയായിട്ട് തന്നെ ആ സെക്ഷൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. വായിച്ച സുഹൃത്തുക്കൾക്ക് വളരെ കൃത്യം മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഷാഡോ അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ സാർ എടുത്തതെന്ന് തന്നെയാണ്. അത് കറക്റ്റായി പഠിച്ച വ്യക്തികൾക്ക് കറക്റ്റായി എല്ലാം കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ 62ാമത്തെ ചോദ്യം പറയുന്നത് കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യം. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല പ്രത്യേകം നിങ്ങൾക്ക് എടുത്തതെന്ന് തന്നെയാണ്. കറക്റ്റ് അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത്. അത് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ നല്ലപോലെ പഠിച്ചാണ് വെച്ചാൽ യാതൊരു ഡൗട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എല്ലാം ഓപ്ഷൻ ഡി ആയി പറയുന്ന മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓക്കെ, മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ സുഹൃത്തുക്കളെ, അതുപോലെ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകുകയാണെന്ന് വെച്ചാൽ 63ാമത്തെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ റിപ്പീറ്റായി പറയുന്നുണ്ട്, ചോദിക്കാം. നിങ്ങൾക്ക് കറക്റ്റായി നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം പറയുന്നത് അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കിൽ വേറൊരു ഭാഗത്തോട്ടാണ് പോണത്. ഈ CRPC ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു പാർട്ടിലോട്ടാണ് പോണത്. നിങ്ങൾക്ക് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫൊക്കെ ഡൗട്ട് ഉണ്ടാകും. കട്ട് ഓഫൊക്കെ നമ്മൾ വളരെ ഇപ്പോൾ പറയുന്നതായിരിക്കും, വീഡിയോയുടെ അവസാനത്ത് പറയുന്നതായിരിക്കും. 63ാമത്തെ പോക്സോ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ പോക്സോ നിയമപ്രകാരം ആരാണ് കുട്ടിയെ കണക്കാക്കുന്നത് ചോദിച്ചാൽ ഓപ്ഷൻ എ വരുന്ന 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അതുപോലെ 64ാമത്തെ അതേ പോക്സോയിൽ തന്നെയാണ് 2012 പോക്സോ നിയമത്തിന് ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള ശിക്ഷയെക്കുറിച്ച് പ്രയോഗിക്കുന്നതാണ്. അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ 64ാമത്തെ ഓപ്ഷൻ സി ആണ്. അത് സെക്ഷൻ 4 പറയുന്നത്. അടുത്ത 65 കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ. കമ്പ്യൂട്ടർ ഹാക്ക് IT കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് 3 വർഷം തടവ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താ ശിക്ഷ എന്ന് പറഞ്ഞു വെച്ചാൽ 3 വർഷം തടവും അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഇവ രണ്ടും കിട്ടും. ഓക്കെ, ആൻസർ 65ാമത്തെ ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുന്നതായിരിക്കും നമുക്ക്. ഓക്കെ, IT ആക്ട് എന്തൊക്കെ കുറച്ച് ചെറിയ ടോപ്പിക്കാണ്, നല്ല ക്ലാസ് എടുത്തതാണ്. നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് റിപ്പീറ്റായി പഠിച്ചിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായി ഈ മാർക്ക് പോവില്ല, നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ 66ാമത്തെ മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്ന ഡാഷ് പ്രകാരം വരുന്ന ഒരു കുറ്റത്തിന് എത്ര വകുപ്പ് എന്നാണ് സൈബറിൽ ഓപ്ഷൻ ബി വരുന്ന വകുപ്പ് 66ആണ്. ഓക്കെ, വകുപ്പ് 66ആണ്. അടുത്ത നമ്മുടെ വിവരാവകാശത്തെക്കുറിച്ചാണ്. 67ാമത്തെ 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറഞ്ഞ് ഏതാണ് ഉൾപ്പെടാത്തതെന്നാണ് ഓപ്ഷൻ സി ആയി വരുന്ന പ്രോസസ്സ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. ഓക്കെ, അത് വരില്ല, വിവരാവകാശത്തിന് കീഴിൽ വരില്ല. ബാക്കിയെല്ലാം വിവരാവകാശത്തിന് കീഴിൽ വരും. വിവരം എന്നതിൽ കൊണ്ട്
അത് നമ്മുടെ ഫസ്റ്റ് സെക്ഷനായ 2F വിവരം, എന്താണ് വിവരം, അതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകുകയാണെന്ന് വെച്ചാൽ നോക്കുക സുഹൃത്തുക്കളെ, 68ാമത്തെ വിവരാവകാശ നിയമത്തിൻ്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്താവുന്നതിന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ആ പ്രസ്താവന ശരിയാണ്. ഓക്കെ, പ്രസ്താവന ശരിയാണ്. നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ വരുന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിത് നല്ലപോലെ പഠിക്കുക. ഓക്കെ, അടുത്ത് വരുന്ന എക്സാമുകൾക്ക് ഇത് വളരെ ഗുണം തന്നെയാണ്. ഇത് എന്താ പറയുക, നമ്മൾ ഇത് സാധാ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല എല്ലാ എക്സാമിനും വരും. ഓക്കെ, ആവശ്യമാണ്. അതിൽ 69ാമത്തെ ചോദ്യം, 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 25 എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആയി വരുന്ന ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സെക്ഷൻ പഠിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെയാണ് 25. ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിക്കുക. ഓപ്ഷൻ ബി ആണ് 69 ശരി ഉത്തരം. അടുത്ത 70ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? സെക്ഷൻ 31 ഓപ്ഷൻ ബി ആയി വരുന്ന 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 30 70ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 71ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം സുഹൃത്തുക്കളെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അനലൈസ് ചെയ്ത് അറിയാം കറക്റ്റ് സിലബസ് പ്രകാരമാണ് PSC ചോദ്യങ്ങൾ തന്നിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ 1-2 ചോദ്യങ്ങൾ സിലബസിന് അപ്പുറമുള്ളൂ. ബാക്കിയെല്ലാം സിലബസ് പ്രകാരമാണ്. കറക്റ്റായി ഫോളോ ചെയ്തവർക്ക് നല്ലപോലെ തന്നെ സ്കോർ ചെയ്യാനും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. എല്ലാവരും കൺഫ്യൂഷൻ കൂടുതലായിരിക്കും, എന്നിരുന്നാലും നല്ലപോലെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ 71ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആയി വരുന്ന 15 വർഷമാണ്. അപ്പോൾ ഇനി വരുന്ന ചോദ്യങ്ങൾ പറയുന്നത് നമ്മുടെ ഡ്രൈവർ റിലേറ്റഡ് ആയ ചോദ്യങ്ങളാണ്. പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഡ്രൈവർ റിലേറ്റഡ്. 72ാമത്തെ പറഞ്ഞാൽ ഒരു ഗുഡ്സ് വാഹനത്തിൽ ഭാരവും നിയമാനുസൃതമായ അതിൽ കയറ്റാവുന്ന സാധനങ്ങളും ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറഞ്ഞ ഏത് കാറ്റഗറിയാണെന്ന് വെച്ചാൽ ഓപ്ഷൻ എ വരുന്ന N3 ആണ് കേട്ടോ. N3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കി. അപ്പോൾ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരും നല്ലപോലെ സ്കോർ ചെയ്യുന്നു കരുതുന്നു. അടുത്ത 73ാമത്തെ ചോദ്യം, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്ന മോട്ടോർ വാഹന നിയമത്തിലെ 1988 ഏത് സെക്ഷൻ പ്രയോഗിച്ച സെക്ഷൻ 15 ഓപ്ഷൻ ബി ആയിരുന്ന സെക്ഷൻ 15 ആണ്. അതിൽ 74ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുവാനോ താൽക്കാലികം റദ്ദുകയോ ചെയ്യുന്നത് വെച്ചാൽ ഓപ്ഷൻ ഡി എന്ന റൂൾ 21. ഓക്കെ, റൂൾ 21 പ്രകാരമാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുക താൽക്കാലികം നിർത്തിവെക്കുന്നത്. ഓക്കെ, അടുത്ത 75ാമത്തെ ചോദ്യം, ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി ആയി നിർമ്മിച്ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. ഓക്കെ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അതാണ് 75ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആയി വരുന്നത്. ഇതെല്ലാം PYQ ഉണ്ടോ? ഇതൊക്കെ PYQ ആണ്. എല്ലാവരും PYQ ചെയ്ത് കിട്ടും. ഓക്കെ, അടുത്ത 76ാമത്തെ താഴെ പറഞ്ഞതിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് വെച്ചാൽ ഗുഡ്സ് കാരേജ് ആണ്. ഓക്കെ, ഗുഡ്സ് കാരേജ് ആണ് പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത്. ഓക്കെ, അടുത്ത 77ാമത്തെ താഴെ പറഞ്ഞ ഏത് വാഹനത്തിനാണ് പെർമിറ്റിൻ്റെ ആവശ്യകത ഇല്ലാതെ വെച്ചാൽ ഓപ്ഷൻ ബി ആയി വരുന്ന ആംബുലൻസ് ആണ്. ഓക്കെ, ആംബുലൻസിനാണ് പെർമിറ്റിൻ്റെ ആവശ്യം ഇല്ലാത്തത്. അടുത്ത 78ാമത്തെ ചോദ്യമാണ് താഴെ പറഞ്ഞതിൽ തെറ്റായ പ്രസ്താവന. ഓക്കെ, തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ അല്ലെ ശരിയല്ലാത്തതാണ് കേട്ടോ. ശരിയല്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ അതിൻ്റെ ഓപ്ഷൻ നല്ലപോലെ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവും അതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന, അല്ലെങ്കിൽ അതിൽ ബാക്കിയുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെ മനസ്സിലായി തെറ്റായതാണ്. ഓപ്ഷൻ സി ആയി വരുന്ന മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റു വാഹനത്തിനെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നത്. അത് തെറ്റായ പ്രസ്താവന. ഓക്കെ, തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമ്മുടെ സിലബസ് പ്രകാരമാണ്. സിലബസ് കറക്റ്റായി ഫോളോ ചെയ്തവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ തന്നെ സ്കോർ ചെയ്യാം. ഓക്കെ, നല്ലപോലെ തന്നെ സ്കോർ ചെയ്ത് നല്ലപോലെ മാർക്ക് കരസ്ഥമാക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്പോൾ നല്ല സ്കോർ ഉള്ളവർ തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫിസിക്കലിലോട്ട് ചെയ്യുക. ഫിസിക്കൽ നല്ലപോലെ ചെയ്ത് എങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് ജോലി കരസ്ഥമാക്കാൻ നോക്കുക. ഇപ്പോൾ ഒരു ജോലി കിട്ടണമെന്ന് അറിയാം, ഭയങ്കര ടഫാണ്. ഒരു ജോലി കയറാവുന്ന ഒരു ഗവൺമെൻറ് സർവീസ് കയറാവുന്ന ഭയങ്കര ടഫ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ലപോലെ ചെയ്യാം. അതുപോലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 50-55 50 കൂടുതൽ 55 50 കൂടുതലുള്ള വ്യക്തികൾ ഫിസിക്കൽ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കുക. 81 ഡ്രൈവിംഗ് പഠനത്തിൻ്റെ സിലബസ് ക്രമീകരിച്ച് ഏത് റൂൾ പ്രകാരം വെച്ചാൽ റൂൾ 31 ഉണ്ടോ. ഓപ്ഷൻ എ വരുന്ന റൂൾ 31 പ്രകാരമാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സിലബസ് ക്രമീകരിച്ചു. ഓക്കെ, ഡ്രൈവിംഗ് ലൈസൻസിന് സിലബസ് ക്രമീകരിച്ച് റൂൾ 31 പ്രകാരമാണ്. അതുപോലെ 82 നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരുക്ക് പറ്റിൽ എന്ത് ചെയ്യണം ചോദിച്ചാൽ ഓപ്ഷൻ ബി പരുക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭിക്കുന്നതിനോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കും. ഓക്കെ, പരിക്ക് പറ്റിയ ആൾക്ക് ആദ്യം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആംബുലൻസ് വിളിച്ച് കയറ്റി വിട്ടിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് പോയി വിവരം അറിയിക്കണം. ഓക്കെ, 82ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 82ാം ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 83-ാമത്തെ. ഓക്കെ, 83-ാമത്തെ ചോദ്യം നോക്കാൻ പോകുന്നത് താഴെ പറയുന്നതിൽ എമർജൻസി വാഹനം അല്ലാത്തത് ഇത്. ഓക്കെ, എമർജൻസി വാഹനം അല്ലാത്ത ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതും എമർജൻസി വാഹനം ഏത് എന്ന് എഴുതി ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ നോക്കി നല്ലപോലെ ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എമർജൻസി വാഹനം അല്ലാത്ത ഏത് വെച്ചാൽ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനം, അതായത് ഹസാർഡ് വാഹനങ്ങളല്ലേ, അത് എമർജൻസി വാഹനമല്ല. ബാക്കി ഓപ്ഷൻ നോക്കി നിങ്ങൾക്കറിയാം ഏതാണ് എമർജൻസി വാഹനം, ഏതാണ് എമർജൻസി വാഹനം അല്ലാത്തതെന്ന്. അടുത്ത 84-ാമത്തെ താഴെ പറഞ്ഞതിൽ വാഹന നിയന്ത്രണത്തിൽ സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണെന്ന് വെച്ചാൽ ഇവയെല്ലാമാണ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാം തന്നെയാണ് ലഘു നിയന്ത്രണ ഉപാധി വന്നത്. അതായത് വാഹന നിയന്ത്രണത്തിന്, വാഹനം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റിയറിംഗ് മാത്രമേ വാഹനം നിയന്ത്രണം, ബാക്കിയെല്ലാം വാഹനം നിയന്ത്രിക്കാവുന്നതാണ്. അടുത്ത 85-ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ 85-ാമത്തെ ചോദ്യം നോക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ചോദിച്ച ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഓക്കെ, IPDE പറയുന്നതാണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കട്ട് ചെയ്ത് സെലക്ട് ചെയ്യാം ഏതാ ഓപ്ഷൻ എന്നുള്ളത്. ബാക്കി MSM PSL ഒക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, അത് പ്രകാരം ചെയ്യുക. ഓക്കെ, അടുത്ത് തന്നെ കേരളത്തിലെ 4 വരി ദേശീയപാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത ഓപ്ഷൻ ബി ആണ്, 100 km/h ആണ്. ഓക്കെ, 100 km KMPH 100 km/h ആണ് കേരളത്തിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ച് പരമാവധി വേഗത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 87-ാമത്തെ ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ചാൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാം അല്ലേ, നമ്മൾ പഠിച്ചില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓപ്ഷൻ സി ആയി വരുന്ന അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്കാണ് അതിന് അധികാരപ്പെടുത്തിയത്. ഓക്കെ, 87-ാമത്തെ ഉത്തരം പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത നമ്മൾ 88-ാമത്തെ താഴെയുള്ള പ്രസ്താവന ശരി ഏതെന്നാണ്. ഓപ്ഷൻ സി ആയി വരുന്ന, അതായത് ഹെൽമെറ്റ് ധരിക്കാതിരുന്നുള്ള ഇരുചക്ര വാഹനം ഓടിക്കുന്നു പറയുന്നത് പിഴ അടയ്ക്കേണ്ടത് ലൈസൻസ് ആയോഗ്യത കൽപ്പിക്കുന്നതായ കുറ്റം. ഓപ്ഷൻ സി ആയിരുന്നാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഇത് ചെറിയൊരു ഫൈന് മാത്രമേ ഉള്ളൂ. നോർമലായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോലീസോ RTO പിടിച്ച ഫൈന് മാത്രമേ ഉള്ളൂ കരുതും. നമ്മൾ ക്ലാസ്സിൽ വളരെ കൃത്യമായി എടുത്തു കൊടുത്താണ്. ഓൺലൈൻ ക്ലാസ്സിൽ എന്താണ് ഹെൽമെറ്റ് ധരിക്കാതിരുന്നാൽ അതിൻ്റെ കൂടെ പിഴയും ലൈസൻസ് ആയോഗ്യത കൽപ്പിക്കുന്നുള്ള വളരെ കൃത്യമായി എടുത്തു കൊടുത്താണ്. ഓക്കെ സുഹൃത്തുക്കളെ, ഓൺലൈൻ ക്ലാസ്സിൽ വളരെ കൃത്യമായി എടുത്തു കൊടുത്താണ്. അതുപോലെ ഇത് PYQ ആണ്. ഓക്കെ, പ്രീവിയസ് ചോദ്യം കൂടിയാണ്. അപ്പോൾ നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. അടുത്ത 89 മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പറഞ്ഞാൽ അറിയാം മദ്യപാനമാണെന്നുള്ളത്. അപ്പോൾ അതിൽ എത്രയാണെന്ന് ചോദിച്ച് 100 ഓപ്ഷൻ ആയി വരുന്നത് 100 മില്ലി രക്തത്തിൽ ആൽക്കഹോൾ അംശം പറയുന്നത് 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ. ഓക്കെ, ഇതും PYQ ആണ്. ഇത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത് തന്നെയാണ്. വളരെ കൃത്യമായി ഈ സെക്ഷൻ പറയുമ്പോൾ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പോൾ എല്ലാവരും ഈ ചോദ്യത്തിന് ആൻസർ കിട്ടി, അല്ലെങ്കിൽ ഇതിനൊരു മാർക്ക് കിട്ടിയെന്ന് നമ്മൾ കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 90-ാമത്തെ താഴെയുള്ള പ്രസ്താവന ശരി ഏത്? ഓക്കെ, ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ മോട്ടോർ വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യം. അത് വളരെ കൃത്യമായി ക്ലാസ്സിൽ എടുത്തു കൊടുത്ത് തന്നെയാണ്. അപ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ അതിൽ തന്നിരിക്കുന്ന 1ഉം 2ഉം. ഓക്കെ, അതായത് 1ഉം 2ഉം, അതായത് ഓപ്ഷൻ സി ആയി വരുന്ന 1ഉം 2ഉമാണ് ശരി. അതായത് അടിയന്തരമായി രോഗികളെ ആശുപത്രി എത്തിക്കുന്നതും അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നു. ഓക്കെ, ഇത് രണ്ടുമാണ് ശരി. അടുത്ത 91-ാമത്തെ മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A എന്താണെന്നുള്ളത് ചോദിച്ചാൽ അതിൽ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരി. അതായത് ഗുഡ് സമാരിയൻ. ഓക്കെ, ഗുഡ് സമാരിയൻ എന്നാണ് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉമാണ്. ഇത് നമ്മുടെ ഫയർ ഡ്രൈവറിലും ഇതിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. അതേ തന്നെ അതുപോലെ ഒരു ചോദ്യമാണ് നമുക്ക് ഇതിലും പോലീസ് ഡ്രൈവറും ചോദിച്ചത്. ഓക്കെ, അടുത്ത 92 24 വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഇത് കഴിഞ്ഞ എക്സാമിനെ ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമായിരുന്നു. ഇതിൽ ആൻസർ ചെയ്യുന്നത് 75/75 വാട്ട്സ് ആണ്. ഓക്കെ, കഴിഞ്ഞൊരു ഇതേപോലെ എത്ര വാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിച്ചു. പക്ഷേ അവരെന്താ കുറച്ചും കൂടെ വൃത്തിയായ ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം പറയുന്നത് LMV ആയിരുന്നു. ഇത് ഹെവിയുടെ ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ചോദ്യം കണ്ടപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉഷാറായിട്ട് ഈ ചോദ്യം പഠിച്ചിട്ടുണ്ടാവും. ആ മാർക്ക് കരസ്ഥമാക്കി. അടുത്ത 93-ാമത്തെ മോട്ടോർ വാഹന നിയമം വകുപ്പ് 207 ചോദിച്ചെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ ബി ആണ്. പോലീസ് സബ് ഇൻസ്പെക്ടർ അല്ലേ, പോലീസ് സബ് ഇൻസ്പെക്ടറാണ് എന്താ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം പിടിച്ചെടുക്കാവുന്നത്. അതും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അടുത്ത 94 ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. എന്തൊക്കെയാണ് ഒരു മോട്ടോർ സൈക്കിളിൽ? ഓക്കെ, അതായത് നമ്മുടെ ബൈക്കിൽ ഉണ്ടായ ഘടകങ്ങളാണ്. അതിൻ്റെ ആൻസർ 94-ാമത്തെ ആൻസർ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ആൻസർ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നല്ലപോലെ വായിക്കുക. കാരണം നമുക്ക് വായിച്ച ചില കൺഫ്യൂഷൻ ഇതിൽ വരും. നമ്മൾ സാധാ ബൈക്കിൽ എന്തൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മൾ 2 വീലറിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ കരുതിയിട്ട് ആൻസർ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ
പഠിച്ച് അറ്റൻഡ് ചെയ്ത സുഹൃത്തുക്കൾ എന്തായാലും മാർക്ക് പോവും. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് പോയി അതിൻ്റെ ആൻസർ ശരിയാണ് പക്ഷേ മാർക്ക് പോയി സാറേ വന്ന് ഞാൻ പറഞ്ഞ പോലെ പ്രൊഫൈലിൽ കയറി അത് നിങ്ങളത് ചെയ്യുക. ഓക്കെ, അപ്പോൾ 94ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരി. ഓക്കെ, 1ഉം 2ഉം 4ഉമാണ് ശരി. അടുത്ത് 95ാമത്തെ ചോദ്യം, റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ. അപ്പോൾ ഇത് പറയുന്നത് പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ചോദ്യമാണ്. ആരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല, അങ്ങനത്തെ ഒരു ചോദ്യമാണ്. അത് എല്ലാ PSCയിലും ഉണ്ടാവും. ഏതൊരു എക്സാം, നമ്മളിപ്പോൾ പോലീസ് ഡ്രൈവർ എന്നല്ല, ഏതൊരു എക്സാമിലും നമുക്ക് കിട്ടാത്ത കുറച്ച് ടൈപ്പ് ചോദ്യങ്ങളുണ്ടാവും. അതുപോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളിതിൽ അറ്റൻഡ് ചെയ്തതിൽ സങ്കടപ്പെടാനില്ല. അറിയുന്ന ചോദ്യം നല്ലപോലെ അറ്റൻഡ് ചെയ്താൽ അതിനനുസരിച്ച് സ്കോർ ചെയ്താലും അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ഒരു സ്കോർ ഉണ്ട് വെച്ച് നിങ്ങൾ അടുത്ത ഘട്ടത്തിലോട്ട് പോവുക, അടുത്ത ഫിസിക്കലിൻ്റെ ഘട്ടത്തിലോട്ട് പോകുക, നല്ലപോലെ ജോലി കരസ്ഥമാക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ ബി ആയ 2ഉം 3ഉം മാത്രം ശരി. അടുത്ത 96ാമത്തെ ചോദ്യം, താഴെ പ്രതിപാദിച്ചവയിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? അത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം 4 എല്ലാം ഓപ്ഷൻ ഡി ആയ ഏതിനും തന്നെ സ്പീഡ് ഗവർണർ ആവശ്യം നിർബന്ധമല്ല. ഓക്കെ, വെക്കണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ നിർബന്ധമല്ല എന്നാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 96ാമത്തെ. അടുത്ത നമ്മൾ 97ാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ എല്ലാ ചോദ്യവും ഒന്നും കൂടെ വായിച്ച് നോക്കുക, ഒന്നും കൂടെ ആൻസർ വളരെ കൃത്യമായി നോക്കുക. ഒരു വട്ടം നോക്കുക, 2 വട്ടം നോക്കുക. എന്തെങ്കിലും മാറിപ്പോയി ഒരു മാർക്ക് പറഞ്ഞ ഒരു മാർക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഒന്നിൽ 2 തവണ 3 തവണ നോക്കുക. അടുത്ത 97ാമത്തെ, ഹസാർഡ് ചരക്ക് കൊണ്ടുവന്ന ടാങ്കർ ലോറിയിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കുക എവിടെയെല്ലാം വെച്ചാൽ പിൻഭാഗത്തും ഇരുവശങ്ങളിലുമാണ്. ഇത് നമ്മൾ പോകുമ്പോൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അത് പ്രകാരം അടിക്കുക, അല്ലെങ്കിൽ നോക്കിയ വ്യക്തികൾക്കും അടിക്കാം. ഓക്കെ, അത് ഓർമ്മയുള്ള വ്യക്തികൾക്കും അടിക്കാം. പിൻഭാഗത്തും ഇരുവശങ്ങളിലായിരിക്കും ഹസാർഡ് ഗുഡ് വാഹനങ്ങളിൽ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്. അടുത്ത 98ാമത്തെ ചോദ്യം, സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിൻറ്റിൻ്റെ നിറമാണ്. ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ വരും. ആൻസർ വരുന്നത് 1ഉം 2ഉം. ഓപ്ഷൻ ബി ആയിട്ട് വരുന്നത് 1ഉം 2ഉം, അതായത് ഒലിവ് ഗ്രീനും നേവി ബ്ലൂവും. ഒലിവ് ഗ്രീൻ എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും അടുത്തൊരു ഓപ്ഷനുകൾ വന്നപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അറ്റൻഡ് ചെയ്തതിൽ പോകട്ടെ, സാരമില്ല, അറ്റൻഡ് ചെയ്തവർക്ക് മാർക്ക് ലഭിക്കട്ടെ. അടുത്ത 99ാമത്തെ, സ്പാർക്ക് അറസ്റ്റർ ഉണ്ടായിരിക്കേണ്ട വാഹനം. ഇത് എല്ലാവരും വളരെ കൺഫ്യൂഷനായിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് CNG പറഞ്ഞാൽ അതിലുണ്ടാകും, ബാക്കി എല്ലാത്തിലും ഇതിൽ വേണം. ഇതിൽ നിർബന്ധമായി പറഞ്ഞു പെട്രോളിയം ടാങ്കർ ട്രക്ക് കേട്ടോ. പെട്രോളിയം ടാങ്കർ ട്രക്ക് എന്നാണ് നമ്മുടെ പ്രൊഫഷണൽ കീ വന്നിരിക്കുന്നത്. ചിലപ്പോൾ മെയിൻ കീയിൽ മാറാം, കാരണം ഇതിൽ എല്ലാത്തിലും തന്നെ അത്യാവശ്യം നിർബന്ധമായിരുന്നു സ്പാർക്ക് അറസ്റ്റർ. ഓക്കെ, അടുത്ത 100ാമത്തെ, ഫാസ്റ്റ് ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം എന്ന് വെച്ചാൽ മോട്ടോർ ക്യാബാണ്. സ്പാർക്ക് നമ്മുടെ ഫാസ്റ്റ് ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ 100 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് 2 3 പ്രാവശ്യം കണ്ട് കറക്റ്റ് മാർക്ക് എത്രയും നോക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, കട്ട് ഓഫ് എത്രയായിരിക്കണം. ഇത് നമ്മുടെ ഒരു അനുമാനമാണ്, കാരണം കഴിഞ്ഞ ഫയർ ഡ്രൈവറിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം ടഫ് തന്നെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് തന്നെയാണ്. മാത്സിലായാലും എല്ലാം തന്നെ എല്ലാ ചോദ്യവും കറക്റ്റ് 10 മാർക്ക് മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല, ടഫ് തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 50 മാർക്കിൽ കൂടുതൽ, 50 അതിൽ കൂടുതലുള്ള വ്യക്തികൾ അടുത്ത ഘട്ടങ്ങളായി അതിൻ്റെ അടുത്ത ഘട്ടമായി ഫിസിക്കലും മറ്റ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ, അതിൻ്റെ പ്രാക്ടീസിനോട്ട് ഇറങ്ങുക, അത് ട്രൈ ചെയ്യാം. എന്തെന്ന് പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ പോലീസ് ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ കട്ട് ഓഫ് പറയുന്നത് 58.6 ആയിരുന്നു കട്ട് ഓഫ്. ഏകദേശം 1518 അത്രയും വ്യക്തികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ടെസ്റ്റ് പറയുന്നത് അതുവരെ ടെസ്റ്റ് ആയിരുന്ന ഹെവിയിൽ ടെസ്റ്റ് മാറ്റി ആ ടെസ്റ്റും അതുപോലെ മെഷർമെൻ്റ് ആയിരുന്ന ഹൈറ്റും ചെസ്റ്റും മാത്രമേ നോക്കിയുള്ളൂ. അത് ഫിസിക്കൽ ഉണ്ടായിരുന്നില്ല, അതിൽ ഉൾപ്പെടുത്തി അതും കൂടെ കഴിഞ്ഞ് ഏകദേശം 1032 അതിലുള്ള ആൾക്കാർ മാത്രമാണ് ഷോർട്ട് ലിസ്റ്റും കഴിഞ്ഞ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് കരസ്ഥമാക്കിയത്. അതിന് ആനുപാതികമായി സപ്ലി ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ജോലി ഉറപ്പായി കിട്ടും. കാരണം നമുക്ക് ഫിസിക്കലും കൂടി ഉണ്ട്. അപ്പോൾ ഫിസിക്കലും കൂടെ വരുമ്പോൾ കൂടുതൽ വ്യക്തികൾ തന്നെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാം, വേണ്ടാണ്ട് പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ ഫിസിക്കലിൽ തോറ്റു പോകുന്നവരുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഫിസിക്കലും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്താൽ നല്ലപോലെ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയും നല്ലൊരു റാങ്കിൽ ഉൾപ്പെടുകയും ജോലി കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ മദീന ഡ്രൈവിംഗ് സ്കൂൾ, പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്തുള്ള മദീന ഡ്രൈവിംഗ് സ്കൂളിൽ ടെസ്റ്റ് പ്രാക്ടീസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന് ഉൾപ്പെടുന്ന വ്യക്തികൾ അവിടുത്തെ നമ്മുടെ പ്രൊപ്പറേറ്ററായ മദീനയുടെ പ്രൊപ്പറേറ്ററായ സബീഖ് സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഇതിൻ്റെ നമ്പർ പിൻ ചെയ്തിടുന്നതായിരിക്കും. അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച് നല്ലൊരു ക്ലാസ് തന്നെ തരും. അതിൽ റോഡ് ടെസ്റ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലാസ്സും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് തരുന്നത്. ഓക്കെ, വരുന്ന സുഹൃത്തുക്കൾക്ക് പ്രാക്ടീസ് തരുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, കഴിഞ്ഞ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഘട്ടത്തിൽ ഏകദേശം ഒരു 500 മുകളിൽ ആൾക്കാർക്കായിരുന്നു അഡ്വൈസ് കൊടുത്തത്. അത് രണ്ടാം ഘട്ടത്തിൽ പിന്നുള്ള ഘട്ടങ്ങളിൽ പറഞ്ഞു വെച്ചാൽ ഏകദേശം 3/4 ഭാഗത്തോളം അഡ്വൈസായി. കാരണം അവർ
പിന്നെ വർക്ക് ചെയ്ത വ്യക്തികൾ പറയുന്നത് അതിൽ സർക്കാർ പറഞ്ഞാൽ 760 പോസ്റ്റ് ഗ്രേഷൻ നടത്തുക എന്ന് പറഞ്ഞതിലായിരുന്നു 190 പോസ്റ്റ് ഗ്രേഷൻ. കാരണം ഇപ്പോൾ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായ 190 പോസ്റ്റ് ഗ്രേഷൻ നടന്നത് നമ്മുടെ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയിൽ ഇട്ടിട്ടുണ്ടാവും. ആ 190 പോസ്റ്റ് ഗ്രേഷൻ നടത്തിയിട്ട് ഇനി വരുന്ന വ്യക്തികൾക്ക് അഡ്വൈസ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാൽ പിടിച്ച് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റുകാർ വർക്ക് ചെയ്ത് ചിലപ്പോൾ വേക്കൻസികൾ കൂടുതൽ കിട്ടാം. ഓക്കെ, അപ്പോൾ ഇനി പറയാം കഴിഞ്ഞതിൽ പറയുകയാണെങ്കിൽ ഈ 190 പോസ്റ്റ് ഗ്രേഷൻ നടത്തിയതിൽ അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള പോസ്റ്റുകൾക്ക് ഇനി അഡ്വൈസ് അയക്കുന്നതായിരിക്കും. അതിൻ്റെ NJDയും റിട്ടയർമെൻറ്റും അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. ആ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് നമ്മൾ ഉറപ്പ് പറയുന്നില്ല. എന്നിരുന്നാലും ചിലപ്പോൾ വർക്ക് ചെയ്ത് കുറച്ചും കൂടെ വ്യക്തികൾക്ക് ജോലിയിൽ കയറാം എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ നല്ലപോലെ പഠിച്ച് നല്ലപോലെ തന്നെ സ്കോർ ചെയ്ത് ഈ ജോലിയിൽ കിട്ടട്ടെ എന്ന് എല്ലാവർക്കും നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.